ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2026 തുടക്കത്തിൽ തന്നെ ഡ്രാമ പ്രേമികളുടെ നെഞ്ചിടിപ്പ് കൂട്ടിയ റിലീസിന് പിന്നാലെ വൻ ട്രെൻഡിംഗ് ആയ ഒരു തകർപ്പൻ ഡ്രാമയുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതാണ് ലവ് ബിറ്റ്വീൻ ലൈൻസ്. നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. എന്നാൽ വായോ, നമുക്ക് ഡ്രാമയിലേക്ക് കടക്കാം. കഥയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഈ കഥയിലെ നായിക ഹൂസിയോ. അപ്പോൾ അവളുടെ ഒരു വോയിസ് ഓവർ കേൾക്കാം. ജീവിതം എന്നത് ഒരു ഗെയിം പോലെയാണ്. ആ ഗെയിമിൽ ആരും തോൽക്കാൻ ആഗ്രഹിക്കില്ല. അവസാനം വരെ നമ്മളുടെ മുഴുവൻ എഫേർട്ടും അതിന് നൽകും. നിർഭാഗ്യവശാൽ നമ്മളുടെ വിധി നമുക്ക് ഒരു സാഡ് എൻഡിങ് നൽകിയിട്ട് പോകും. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് അവൾ ഓടുകയാണ്. പെട്ടെന്ന് ആരോ അവളെ വെടിവെക്കുന്നു. അവിടെ സീൻ കട്ട് ചെയ്താൽ ഒരു മാസം മുന്നേയുള്ള ഹൂസിയോനെ കാണിക്കുന്നു. അവൾ തന്റെ മാനേജറോട് ഫോണിൽ സംസാരിക്കുകയാണ്. എന്റെ കല്യാണം ഉറപ്പിച്ചു, ഇന്ന് എന്റെ എൻഗേജ്മെന്റ് ആണ്. ഇന്നു മുതൽ എനിക്ക് ഒരു മാസം ലീവ് വേണം എന്നും പറഞ്ഞ് അവൾ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് പോകുന്നു. അവിടെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. അവരെല്ലാം നോക്കി ഒന്ന് ചിരിച്ചു കൊടുത്ത് അവൾ നേരെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് ചോദിക്കുന്നു, എന്തിനാ അമ്മേ ഇത്രയും പേരെ വിളിച്ചത്? ഒരുപാട് പൈസ ചെലവാകില്ലേ? അമ്മ പറയാണ്, ഞാനല്ല മോളെ വിളിച്ചത്, നിന്റെ അച്ഛനാണ് എല്ലാവരെയും വിളിച്ചത്. അവിടെ നോക്ക്, അദ്ദേഹം എത്ര സന്തോഷത്തിലാണെന്ന്. ഈ കല്യാണത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അദ്ദേഹമാണ്. അച്ഛൻ സന്തോഷമായിട്ട് ഇരിക്കുന്നത് കണ്ട് അവളും ഒന്ന് ചെറുതായിട്ടൊന്ന് ഇമോഷണൽ ആകുന്നു. അതിനുശേഷം അവൾക്ക് കുറച്ച് ജോലികൾ ഉള്ളത് കൊണ്ട് തന്നെ അവൾ ലാപ്ടോപ്പ് എടുത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ അച്ഛൻ വന്ന്, എന്ത് മോളെ, എന്ത് പറ്റി? നിന്റെ ബോയ് ഫ്രണ്ട് ഇതുവരെ വന്നില്ലല്ലോ, നീ ഒന്ന് ഫോൺ ചെയ്ത് നോക്ക്, എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് ചോദിക്കേ. അറിയില്ല അച്ഛാ, ഞാൻ വിളിച്ചു, മെസ്സേജ് അയച്ചു, ഇതുവരെ മറുപടി ഒന്നും വന്നില്ല, ഞാൻ ഒന്നും കൂടെ വിളിച്ചു നോക്കാം എന്നും പറഞ്ഞ് അവൾ ഫോൺ എടുത്തിട്ട് പോകുന്നു. ആ സമയത്ത് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി അവളുടെ ലാപ്ടോപ്പ് എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങുന്നു. അതിൽ അവളുടെ ബോയ് ഫ്രണ്ട് അയച്ച ഒരു മെസ്സേജ് വരുന്നു. അത് ആ കുട്ടി പ്ലേ ചെയ്യുകയാണ്. അവൾ ഇവിടെ അവനെ ഫോൺ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ അവന്റെ വോയിസ് അവിടെ പ്ലേ ആവുന്നു. സിയോ, നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം, ഇത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നിന്റെ ലൈഫ് നീ നോക്കിക്കോ, എന്റെ ലൈഫ് ഞാൻ നോക്കിക്കോളാം. ഇത് കേട്ട് പാവം സിയോ ആകെ സ്തംഭിച്ചു നിൽക്കുകയാണ്. അങ്ങനെ ആ എൻഗേജ്മെന്റ് അവിടെ സ്റ്റോപ്പായി. പിന്നെ കാണിക്കുന്നത് ഒരു മാസം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ സിയോനെയാണ്. അവളുടെ ഒരു ഫ്രണ്ട് അവളുടെ വീട്ടിൽ വരുന്നു. ഇവളാണ് ഷാവോ. അവിടെ തലേ ദിവസം വെച്ച ഭക്ഷണം പോലും കഴിക്കാതെ ഇരിക്കുന്നത് കണ്ടിട്ട് ഷാവോ അവളോട് ചോദിക്കുന്നു, നീ ഭക്ഷണം പോലും കഴിക്കാതിരിക്കുകയാണോ? നീ ജീവനോടെ തന്നെ ഉണ്ടോ? അപ്പോൾ സിയോ, ഓ ഞാൻ ജീവനോടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് കൈ പൊക്കി കാണിക്കുന്നു. ഷാവോ അവളോട് പറയുകയാണ്, നീ എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത്? ആ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് മറന്നേക്ക്. ഞാൻ ശ്രമിക്കുന്നുണ്ട് പഴയ പോലെ ആകാൻ, പക്ഷേ എന്റെ ലൈഫ് മൊത്തം ഇപ്പോൾ ഒരു ബ്ലാങ്ക് ആയി പോവുകയാണ്. ഇങ്ങനെ സിയോ പറയുന്നത് കേട്ട്, എന്നാൽ ശരി, ഞാൻ നിന്നെ മോട്ടിവേറ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ഷാവോ 2 ടിക്കറ്റ് എടുത്ത് കാണിക്കുന്നു. ഇതെന്ത് ടിക്കറ്റ് ആണെന്ന് അവൾ ചോദിക്കുമ്പോൾ ഷാവോ പറയുന്നു, ഇതൊരു ഗെയിമാണ്, ഇതൊരു മിസ്റ്ററി ഗെയിമാണ്, നമുക്ക് ഇങ്ങോട്ട് പോയാലോ എന്ന് അവൾ പറയുമ്പോൾ നമ്മുടെ സിയോന് ഒട്ടും താല്പര്യമില്ല. പക്ഷേ ഷാവോ വിടുവോ? അവളെ നിർബന്ധിച്ചുകൊണ്ട് ആ ഗെയിം നടക്കുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നു. അവിടെ എത്തിയപ്പോൾ ടിക്കറ്റിന്റെ പൈസ കൂടുതലാണെന്നും പറഞ്ഞ് സിയോ അവിടുന്ന് പോകാൻ നിൽക്കുന്നു. അപ്പോൾ ഷാവോ, നീ വാ, എന്തായാലും നമ്മൾ വന്നില്ലേ, നമുക്കിനി ഗെയിം കളിച്ചിട്ട് തന്നെ പോകാം എന്നും പറഞ്ഞ് ക്യാഷ് കൊടുക്കുന്നു. ഈ ഗെയിമിൽ ഓരോ കളിക്കാരനും ഓരോ ബാഗുകൾ തിരഞ്ഞെടുക്കണം. ഓരോ ബാഗിലും ആ കഥാപാത്രത്തിന് ആവശ്യമായ കോസ്റ്റ്യൂംസ് ഉണ്ടാകും. മാത്രമല്ല ആ ബാഗിൽ ID പ്രൂഫും മറ്റ് നിർദ്ദേശങ്ങളും അടങ്ങിയിട്ടുണ്ടാകും. അവർ രണ്ടുപേരും അവർക്ക് അതിൽ ഇഷ്ടപ്പെട്ട ബാഗുകൾ തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് അവർ നേരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകുകയാണ്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത ശേഷം അവർ നേരെ ഗെയിം നടക്കുന്ന സ്ഥലത്തോട്ട് എത്തുകയാണ്. അവിടെ വെച്ച് ഷാവോ അവൾക്ക് കിട്ടിയ കഥാപാത്രത്തിനെ കുറിച്ച് പറയുന്നു. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയാണ്, പിന്നെ ഒരു സമ്പന്നയായ ഒരു വ്യക്തിയുമാണ്. അവൾ അങ്ങനെ പറയുമ്പോൾ ഇവിടെ സിയോ അവളുടെ ID പ്രൂഫ് ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഷാവോ പറയുന്നു, നീ ആ ID പ്രൂഫ് ഒക്കെ ഒന്ന് നോക്ക്. ഈ ഗെയിമിൽ പ്രത്യേകിച്ച് നിശ്ചയിച്ച തിരക്കഥയോ പ്ലോട്ടുകളോ ഒന്നുമില്ല, യഥാർത്ഥ ജീവിതത്തിൽ നടക്കുന്നത് പോലെ തന്നെ ആയിരിക്കും എന്ന് അവർ പറയുന്നു. പിന്നെ ഈ ഗെയിമിലുള്ള മേയറെ ആരോ കൊന്നു കളയും, അത് ആരാണെന്ന് കണ്ടുപിടിക്കണം. കൂടാതെ 4 ടീം ലീഡർമാരും ഉണ്ടാകും. അതിലാരാണോ മേയർ ആകാൻ പോകുന്നത് അവരെ സഹായിക്കുന്നതാണ് ഈ പ്ലേയേഴ്സിന്റെ ജോലി. അങ്ങനെ അവർ രണ്ടുപേരും ഈ ഗെയിമിലേക്ക് കടക്കുന്നു. സിയോ പറയുന്നു, ഇവിടെ എന്താ മൊത്തം ഇരുട്ടാണല്ലോ, ഒന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അവളോട് ഷാവോ, നീ ആ കണ്ണട ഒന്ന് ധരിച്ചിട്ട് നോക്ക്, അപ്പോഴല്ലേ ശരിക്കും കാണാൻ കഴിയുക. ആ കണ്ണട വെച്ചപ്പോൾ അവൾ ആകെ അത്ഭുതപ്പെട്ടു പോയി. നല്ല മനോഹരമായ ഹോട്ടലും ആ മഞ്ഞു വീഴ്ചയൊക്കെ അവിടെ തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. അതൊരു വിർച്വൽ ലോകമായതുകൊണ്ടാണ് അവൾക്ക് അങ്ങനെ കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം അവിടെ വലിയൊരു വാതിൽ തുറന്ന് ഒരു സുന്ദരനായ ഒരു ഹാൻസം ബോയ് അങ്ങോട്ട് വരുന്നു. അവൻ വരുന്നത് കണ്ടതും സിയോ അവനെ നോക്കി നിൽക്കുന്നു. ഇവനാണ് നമ്മുടെ ഈ കഥയിലെ ഹീറോ. അവൻ അവരെ സ്വീകരിച്ചുകൊണ്ട് പറയുന്നു, റുങ്ചെങ്ങിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഈ സ്ഥലം വളരെ അപകടം നിറഞ്ഞതാണ്. ഇവിടെ പല സ്വഭാവമുള്ള ആളുകളും ഉണ്ടാകും. നിങ്ങളുടെ കഴിവ് നിങ്ങൾ തന്നെ തെളിയിക്കണം. അങ്ങനെ സിയോ ഈ പുതിയ ലോകം കണ്ടപ്പോൾ വളരെയധികം സന്തോഷവതിയാകുന്നു. യഥാർത്ഥ
ലോകം പോലെ തന്നെയാണ് ഇതും ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നവൾ മനസ്സിൽ വിചാരിക്കുന്നു. അതിനുശേഷം എല്ലാവരും ഹോട്ടലിലേക്ക് പോകുന്നു. അവിടെ ഓരോരുത്തർക്കും ഓരോ മുറികളാണ് നൽകിയിട്ടുള്ളത്. അങ്ങനെ സിയു റൂമിൽ പോയി വിശ്രമിക്കുമ്പോഴാണ് പോലീസുകാർ വരുന്നത്. എല്ലാവരും ഒന്ന് വാതിൽ തുറക്കൂ, മേയർ കൊലപ്പെട്ടു എന്ന് അവർ പുറത്തുനിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആരാണ് മേയറെ കൊന്നതെന്ന് അന്വേഷിക്കാൻ എല്ലാവരും പോലീസുമായി ഒന്ന് സഹകരിക്കണം എന്ന് അവരിങ്ങനെ പുറത്തുനിന്ന് വിളിച്ചു പറയുമ്പോൾ അപ്പോഴാണ് അവൾ അവളുടെ ഐഡന്റിറ്റി എന്താണെന്ന് നോക്കുന്നത്. അവളുടെ പേര് അതിൽ സൺ എന്നാണെന്നും അവൾ ഒരു കെമിസ്ട്രി PhD എടുത്ത ഒരാളാണെന്നും അതിൽ എഴുതിയിട്ടുണ്ട്. അവളുടെ പക്കൽ ഫോർച്യൂൾ ഓപ്പിയം എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. അത് ആ സ്ഥലത്തിന് നിയമവിരുദ്ധമാണ്. അത് കണ്ടുപിടിച്ചാൽ അവൾ ജയിലിലാകുമെന്നും ഉറപ്പാണ്. പാവം സിയു, യഥാർത്ഥ ജീവിതത്തിൽ മാത്രമല്ല ഗെയിമിലും എനിക്ക് ഇങ്ങനത്തെ ദുരനുഭവങ്ങൾ ഉണ്ടാവുകയാണോ എന്നും ചിന്തിച്ചുകൊണ്ട് അവൾ ആ ഹോട്ടലിന്റെ പിൻവാതിൽ വഴി പുറത്തേക്ക് പോകുന്നു. അങ്ങനെ അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഒരു റെസ്റ്റോറന്റിൽ എത്തുകയാണ്. അവിടെ ചെന്ന് ഒരാളുടെ മുൻപിലായി അവൾ പോയിരിക്കുന്നു. പെട്ടെന്ന് ഒരു കണ്ണട വെച്ച ഒരാൾ വന്ന് അവളോട് ചോദിക്കുന്നു, നീ എന്നെ ഒന്ന് സഹായിക്കാമോ? എന്തിനാണ് ഞാൻ നിങ്ങളെ സഹായിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അയാൾ പറയുന്നു, അവിടെ നോക്ക്, അവിടെ ഒരുപാട് പേര് കളിക്കുന്നുണ്ട്. അവരെല്ലാം പരസ്പരം സഹായിച്ചാണ് കളിക്കുന്നത്. അവൾ അവളുടെ കൈവശം ഇരുന്നിരുന്ന ആ ഓപ്പിയം എന്ന് കരുതുന്ന ആ സാധനം അവന് നൽകിയിട്ട്, എനിക്ക് കുറച്ചു നേരം ഒന്ന് സമാധാനമായിരിക്കണം, അതുകൊണ്ട് ഇതൊന്ന് കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അവളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിയ ശേഷം എല്ലാ പ്ലേയേഴ്സും മണ്ടന്മാരാണോ എന്നും പറഞ്ഞ് അവനിങ്ങനെ കളിയാക്കി ചിരിക്കുന്നു. അവളത് കേട്ട് നിങ്ങളിപ്പോൾ എന്തു പറഞ്ഞു എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ അവൻ ഹേയ് ഒന്നുമില്ല എന്നും പറഞ്ഞ് ഈ സാധനത്തിന് നല്ല വിലയുണ്ട് എന്ന് തോന്നുന്നു, പകരം ഞാൻ നിനക്ക് എന്താണ് തിരിച്ചു തരേണ്ടതെന്ന് ആലോചിക്കുകയായിരുന്നു എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് മാറുന്നു. പെട്ടെന്ന് പോലീസുകാർ ആ റെസ്റ്റോറന്റിലേക്ക് വന്ന് നമ്മുടെ മേയർ മരിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളെ എല്ലാവരും ഒന്ന് പരിശോധിക്കണം എന്ന് പറയുമ്പോൾ ആ സമയം ആ കണ്ണടക്കാരൻ വന്ന് അവളുടെ ബാഗിൽ എന്തോ ഒരു സാധനം വെക്കുന്നു. ഞാൻ നിനക്ക് പകരം നൽകുമെന്ന് പറഞ്ഞത് ഇതാണ് എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. പോലീസുകാർ അവളെ പരിശോധിക്കാൻ വരുമ്പോൾ അവളുടെ നേരെ ഫ്രണ്ടിലിരുന്ന അയാൾ അവരെ തടയുന്നു. അതാരാണെന്ന് നോക്കിയാൽ അതാണ് നമ്മുടെ ഈ കഥയിലെ നായകൻ. അവനെ നമുക്ക് സിയാവോ എന്ന് വിളിക്കാം. അവൻ പോലീസുകാരോട് പറയുന്നു, ഇവൾ എൻ്റെ കൂടെയുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ അവളെ സംശയിക്കേണ്ട കാര്യമില്ല. അത് കേട്ട് പോലീസുകാർ സമ്മതിക്കുന്നില്ല. ആരായാലും പരിശോധിക്കണം, ഞങ്ങൾക്ക് അതിനുള്ള ഓർഡർ ഉണ്ട് എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. അപ്പോൾ സിയാവോ തൻ്റെ തോക്ക് പുറത്തെടുത്ത് പരിശോധിക്കണമെങ്കിൽ എന്നെയും എൻ്റെ ആളുകളെയും കൂടി പരിശോധിക്കണം. അങ്ങനെ അവൻ ഗൗരവത്തോടെ പറയുന്നത് കേട്ട് അവൻ്റെ ആളുകൾ ആരാണെന്ന് നോക്കിയാൽ കുറേ പട്ടാളക്കാർ പുറത്തു വന്ന് നിൽക്കുന്നു. സിയോ അവനെ നോക്കിക്കൊണ്ട് ഇയാളൊരു NPC ആണോ എന്ന് അവൾ സംശയിച്ച് അവനെ നോക്കി നിൽക്കുന്നു. അവിടെ ധനമന്ത്രി എന്ന് പറഞ്ഞ മറ്റൊരു കഥാപാത്രം കടന്നു വരുന്നു. അദ്ദേഹം പോലീസുകാരോട് പറയുന്നു, ഇദ്ദേഹം കമാൻഡർ ചിൻ ആണ്, ഞാനാണ് ഇവരെ രണ്ടുപേരെയും ഇങ്ങോട്ട് ക്ഷണിച്ചത്, അതുകൊണ്ട് തന്നെ അവരെ പരിശോധിക്കേണ്ട ആവശ്യമില്ല. ആ ധനമന്ത്രി സിയുവിനെ ഒരു പ്രത്യേക രീതിയിൽ നോക്കുന്നുണ്ട്. അത് അവൾക്ക് അല്പം അസ്വസ്ഥത ഉണ്ടാക്കുന്നു. അപ്പോൾ അവിടെ നിൽക്കുന്ന സിയാവോ അവളോട് ചോദിക്കുന്നു, നീ ഇപ്പോൾ ആരുടെ കൂടെയാണ് വരുന്നത്? അവൾ ആ ധനമന്ത്രിയെ ഒന്ന് നോക്കിയെങ്കിലും അയാളുടെ നോട്ടം ശരിയല്ലാത്തത് കൊണ്ട് തന്നെ അവൾ അവനോട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ വരാം എന്ന് പറഞ്ഞ് അവന്റെ കൂടെ പോകുന്നു. പുറത്തെത്തിയപ്പോൾ ആ കണ്ണട വെച്ച പയ്യനെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അവർ കാണുന്നു. സിയാവോനെ കണ്ടതും അവൻ ചോദിക്കുന്നു, നീ ഇതിനാണോ ഇത്രയും നേരം അവിടെ ഇരുന്നത്? അത് കേട്ട് അവൻ അതെ എന്ന് മറുപടി പറയുന്നു. അപ്പോൾ ആ പയ്യൻ പറയുന്നു, അതിന് എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, നോക്കൂ, പിന്നെ എങ്ങനെ നീ എന്നെ അറസ്റ്റ് ചെയ്യും? ഉടനെ തന്നെ സിയുവിന്റെ ബാഗിൽ നിന്നും അവൻ ആ കീ എടുത്തു കൊടുക്കുന്നു. ഇത് ആ കണ്ണാടക്കാരൻ അവളുടെ ബാഗിൽ വെച്ചതായിരുന്നു. അങ്ങനെ ആ പോലീസുകാർ അവനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ആ സമയം സിയു അവനോട് നന്ദി പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. അവൾ നേരെ പോകുന്നത് അവളുടെ കൂട്ടുകാരിയായ ഷാവോ ഗാംബ്ലിംഗ് കളിക്കുന്ന സ്ഥലത്തേക്കാണ്. അവിടെ ചെന്ന് അവളുടെ കയ്യിൽ നിന്നും കുറച്ച് പണം വാങ്ങിക്കൊണ്ട് അവൾ നേരെ ഒരു സ്ത്രീ അടുത്തേക്ക് പോകുന്നു. എന്റെ കയ്യിലുള്ള ഈ ഓപ്പിയം എവിടെയാണ് വിൽക്കാൻ കഴിയുക എന്ന് അവൾ അവരോട് ചോദിക്കുന്നു. അത് നിനക്ക് പറഞ്ഞു തരണമെങ്കിൽ നീ എനിക്ക് 2 ഗോൾഡ് കോയിൻ തരണം എന്ന് അവർ ആവശ്യപ്പെടുകയാണ്. അവർ ചോദിച്ചതിനേക്കാളും കൂടുതൽ ഗോൾഡ് കോയിൻ അവൾ നൽകുന്നു. അപ്പോൾ അവർ ഒരു മാർക്കറ്റിലെ ഒരു പഴയ ഷോപ്പിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ ഒരു ബ്ലൂ ജാർ ഉണ്ടായിരിക്കും, അതിനുള്ളിൽ നീ ഈ സാധനം വെക്കണം. അപ്പോൾ ഒരാൾ വന്ന് അത് എടുത്തു മാറ്റുകയും പകരം ഒരു ഡയമണ്ട് അവിടെ വെക്കുകയും ചെയ്യും. അവൾ ഇത് കേട്ട് ആ സ്ഥലത്തേക്ക് ചെന്ന് ആ ജാറിനുള്ളിൽ ആ ഓവിയം വെക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് അവൾ നോക്കുമ്പോൾ ആ ജാറിനുള്ളിൽ ആ ഡയമണ്ടുമില്ല, ആ വെച്ച സാധനവുമില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ നേരത്തെ അറസ്റ്റ് ചെയ്ത ആ കണ്ണടക്കാരനില്ലേ, അവൻ അത് എടുത്തോണ്ട് പോകുന്നത് അവൾ കാണുന്നു. ഉടനെ അവൾ ഒരു കമ്പെടുത്ത് തോക്കുപോലെ അവന്റെ പിന്നിൽ വെച്ച് അവനെ തടയുന്നു. നിന്റെ ഈ കൈവശമുള്ള ഈ സാധനങ്ങൾ എന്റേതാണ്, ഇതെനിക്ക് തിരിച്ചു തരണം എന്ന് അവൾ പറയുമ്പോൾ അവൻ പേടിച്ച് അതെല്ലാം തിരിച്ചു കൊടുക്കുന്നു.
അങ്ങനെ ആ സാധനങ്ങൾ തിരികെ വാങ്ങിക്കൊണ്ട് ഒരു സ്ഥലത്ത് ചെന്നിരിക്കുമ്പോൾ അവൾക്കൊരു കത്ത് ലഭിക്കുകയാണ്. ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് അവളുടെ ലാസ്റ്റ് മിഷൻ ആണെന്നാണ്. അതിലൊരു ഫോർമുലയെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഫോർമുല ശരിയായ ആൾക്ക് എത്തിച്ചു കൊടുത്താൽ മാത്രമേ അവർക്ക് മേയർ ആവാൻ സാധിക്കൂ. അവൾ ഹെഡായ ഫിനാൻസ് മിനിസ്റ്റർക്ക് വേണ്ടിയാണ് ഈ ഫോർമുല കൈമാറേണ്ടത്. അങ്ങനെ അവൾ അവളുടെ റൂമിലെത്തി പരിശോധിക്കുമ്പോൾ അവിടെ ഒരു ലെറ്റർ കാണുന്നു. ഈ ഫോർമുല സ്വീകരിക്കാനായി വരുന്ന ആളെ തിരിച്ചറിയാനായി അയാൾ ഒരു ബ്ലൂ സ്കാർഫ് ഇട്ടിട്ടുണ്ടാകും. അതനുസരിച്ച് അവൾ ഒരു സ്ഥലത്തെത്തുമ്പോൾ അവിടെ സിയാവോ ഇരിക്കുന്നത് കാണുന്നു. അവനും ഒരു ബ്ലൂ സ്കാർഫാണ് ഇട്ടിട്ടുള്ളത്. അവൾ അങ്ങനെ ആ ഫോർമുല അവന് നൽകാൻ തുടങ്ങുമ്പോഴാണ് അവിടെ വേറൊരാൾ അതേ സ്കാർഫ് ഇട്ട് വരുന്നത്. ഇതിൽ ആരായിരിക്കുമെന്ന് അവൾ സംശയിച്ചു നിൽക്കുമ്പോൾ അവൻ പറയുന്നു, നിനക്ക് ആരായിരിക്കുമെന്നാണ് തോന്നുന്നത്, നീ അവർക്കത് കൊടുത്തോ. അപ്പോൾ അവൻ നേരത്തെ അവളെ സഹായിച്ചതൊക്കെ ആലോചിച്ചുകൊണ്ട് ആ ഫോർമുല അവന് തന്നെ കൊടുക്കുന്നു. അതിനു പകരം അവൻ അവൾക്കൊരു കത്ത് കൊടുക്കുന്നു. നിന്റെ മിഷൻ പൂർത്തിയായെങ്കിലും ഇപ്പോഴും അപകടങ്ങൾ ഒഴിഞ്ഞിട്ടില്ല, നീ പെട്ടെന്ന് തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കോളൂ. അങ്ങനെ അവൻ ഉപദേശിക്കുന്നത് കേട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ അവളെ പിന്തുടർന്ന് 2 പോലീസുകാർ ഓടി വരികയാണ്. അത് കണ്ട് അവൾ അവിടെ നിന്ന് ഓടുന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് തന്നെ അവൾ ആരോ വെടിവെക്കുന്നു. അപ്പോൾ പെട്ടെന്നൊരു മാറ്റം സംഭവിക്കുന്നു. അവൾ യഥാർത്ഥ ലോകത്തിലേക്ക് തിരിച്ചു വരികയാണ്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയാതെ അവൾ ഇരിക്കുമ്പോൾ അവിടെയുള്ളവർ പറയുന്നു, അതൊരു ഗെയിം മാത്രമാണ്, നിങ്ങൾ ആ ഗെയിമിൽ തോറ്റതുകൊണ്ടാണ് ഇപ്പോൾ ആ ഗെയിമിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അവൾ ചോദിക്കുന്നു, ആരായിരിക്കും എന്നെ ഷൂട്ട് ചെയ്തത്? ഗെയിമിലുള്ള ആർക്കും നിങ്ങളെ ഷൂട്ട് ചെയ്യാനാകും, അത് ആരാണെന്നറിയാൻ ഗെയിമിന് ശേഷമുള്ള റിവ്യൂ നോക്കിയാൽ മതി എന്നവർ പറയുന്നു. അപ്പോൾ ആ സമയം അവൾക്കൊരു കോൾ വരുന്നു. അവളുടെ അപ്പാർട്ട്മെന്റിന് താഴെയുള്ള ആളാണ് വിളിക്കുന്നത്. നിങ്ങളുടെ റൂമിൽ നിന്നും താഴേക്ക് വെള്ളം വരുന്നുണ്ട്, നിങ്ങളൊന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരണം. അതുകൊണ്ട് തന്നെ അവൾ ആ റിവ്യൂ കാണാൻ നിൽക്കാതെ അവിടെ നിന്ന് വേഗം പോകുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇതിലെ നായകനായ സിയാവോ യഥാർത്ഥ ലോകത്തിലാണ് ഉള്ളത്. അതായത് നായകൻ ഗെയിമിലെ ഒരു വെർച്വൽ കഥാപാത്രമല്ല, യഥാർത്ഥ ഒരു വ്യക്തിയാണ്. ഇവിടെ നമ്മുടെ സിയോ ഷാവോട് ചോദിക്കുന്നു, എന്നാലും എന്നെ ആരായിരിക്കും ഷൂട്ട് ചെയ്തത്? പിന്നെ ആ പുതിയ മേയർ ആരായിരുന്നു? ഗെയിമിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് എനിക്കത് ആരാണെന്ന് അറിയാൻ കഴിഞ്ഞില്ല. ഫെങ് ആണ് ജയിക്കേണ്ടിയിരുന്നത്, പക്ഷെ ചെൻ ആണ് ജയിച്ചത്. അതായത് നമ്മുടെ കഥയിലെ നായകന്റെ ഗെയിമിലെ പേര് ചിൻ എന്നാണ്. ഇത് കേട്ട് ജിയോ അത്ഭുതപ്പെടുന്നു. അവൾ കരുതിയത് അവനൊരു വെർച്വൽ ക്യാരക്ടർ ആണെന്നാണ്. എന്നാൽ ഗെയിമിലെ 4 ടീം ലീഡർമാരിൽ ഒരാളാണെന്നും ഒരു യഥാർത്ഥ വ്യക്തിയാണെന്നും അവൾ ഇപ്പോൾ തിരിച്ചറിയുന്നു. സത്യം പറഞ്ഞാൽ ആ ഗെയിമിൽ മിഷൻ പൂർത്തിയാക്കാൻ അവളെ സഹായിച്ചതും ഒടുവിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവളെ ഷൂട്ട് ചെയ്ത് ഗെയിമിൽ നിന്ന് പുറത്താക്കിയതും സിയാവോ ആയിരുന്നു. അങ്ങനെ റിവ്യൂവിൽ നിന്ന് അവൾ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ്. അവൻ ഇതെല്ലാം പ്ലാൻ ചെയ്താണ് ചെയ്തത്. ഇതറിഞ്ഞപ്പോൾ അവൾക്ക് നല്ല ദേഷ്യം വരുന്നു. യഥാർത്ഥ ജീവിതത്തിലും എന്നെ എല്ലാവരും തോൽപ്പിക്കുന്നു, ഈ ഗെയിം ലോകത്തും എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നോക്കുകയാണല്ലേ, ഇതെനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് അവൾ ഫോണുമായി അവിടെ നിന്ന് ഇറങ്ങുന്നു. നീ എങ്ങോട്ട് പോകുകയാണെന്ന് ഷാവോ ചോദിക്കുന്നുണ്ടെങ്കിലും അതെ, ഞാൻ ഇനിയും ഗെയിമിലേക്ക് തന്നെ പോവുകയാണ് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ വീണ്ടും അവൾ ഗെയിമിൽ ജോയിൻ ചെയ്യുന്നു. ഈ ഗെയിമിലുള്ള ഓരോ ലെവലും ഓരോ തരത്തിലുള്ള പുതിയ അനുഭവങ്ങളായിരിക്കും. ഒരേ കാര്യങ്ങൾ തന്നെ കളിച്ചാൽ ഗെയിമിലുള്ളവർക്ക് അതൊരു എക്സ്പീരിയൻസ് ആകുമല്ലോ എന്ന് കരുതി അവർ പുതിയ പുതിയ ഗെയിമുകളാണ് നൽകുന്നത്. അവൾ വീണ്ടും അടുത്ത പുതിയ ഗെയിമിലേക്ക് പ്രവേശിക്കുന്നു. മുൻപത്തെ പോലെ വീണ്ടും ആ വാതിൽ തുറന്ന് സിയാവോ വരുന്നു. അങ്ങനെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക.